ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ക്രിയേറ്റേഴ്സ് പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് പബ്ലിക് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യമല്ലേ ഇത്. അപ്പം നമുക്കറിയാം, കാരണം ഓൾറെഡി യൂട്യൂബ് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ അയക്കുന്നില്ല എന്നുള്ളത് അറിയാം. അതുപോലെ നമ്മുടെ ചാനലിൽ ആക്റ്റീവ് ആവാത്ത ആളുകളായിരിക്കും, ലൈക്കോ കമൻ്റ് ഒന്നും ചെയ്യാത്ത ആളുകളായിരിക്കും, നമ്മുടെ മുമ്പേയുള്ള വീഡിയോസൊക്കെ കാണാത്ത ആളുകളുണ്ടായിരിക്കും. ചിലർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, ബെൽ ബട്ടൺ ഒന്നും അടിച്ചിട്ടുണ്ടാവില്ല. അപ്പം നമ്മുടെ ചാനലുമായിട്ട് യാതൊരു ഇൻട്രാക്ഷനും നടത്താത്ത ആളുകളിലേക്കൊന്നും നോട്ടിഫിക്കേഷൻ പൊതുവെ പോകാറില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പിന്നെ യൂട്യൂബും അങ്ങനെ വൈഡായിട്ട് ആ തുടക്കത്തിലെ നോട്ടിഫിക്കേഷൻ അയക്കുന്നുമില്ല. അപ്പം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അപ്പൊ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ചാനലിൽ തീരെ നോട്ടിഫിക്കേഷൻ പോകുന്നില്ല എന്നുള്ളത്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഓൾറെഡി യൂട്യൂബ് നോട്ടിഫിക്കേഷൻ എല്ലാവരിലേക്ക് എത്തിക്കുന്നില്ല. ഇതിന്റെ കൂടെ നമ്മുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് നോട്ടിഫിക്കേഷൻ പോകാതിരുന്നാൽ എന്തായിരിക്കും? ഞാനിത് പറയാൻ കാരണം, ഈ ഒരു സബ്സ്ക്രൈബർ തീരെ നോട്ടിഫിക്കേഷൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇവരുടെ ചാനലിൽ, അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നോട്ടിഫിക്കേഷൻ പോകേണ്ട ആ ഒരു ഓപ്ഷൻ ഇവർ ഡിസേബിൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പലർക്കും ഈ ഒരു ഓപ്ഷനെ കുറിച്ച് അറിയില്ല എന്നുള്ളത്. അതായത് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്താലാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് നോട്ടിഫിക്കേഷൻ പോകുക, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഫീഡിൽ നമ്മുടെ വീഡിയോസ് പോയി കിടക്കൽ ഈ ഒരു ഓപ്ഷൻ കൊടുത്താലാണ് എന്നുള്ളത് പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഞാനത് അറിയില്ല എന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം യൂട്യൂബിൽ ഡിഫോൾട്ടായിട്ട് ഇത് ഓൺ ആയിരിക്കും, എനേബിൾ ആയിരിക്കും. അപ്പൊ ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ഇനി അറിയാത്ത ആളുകൾ, അയ്യോ ഈ ഒരു ഓപ്ഷൻ എവിടെയാണ്, ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ എന്നാലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബ് ഡിഫോൾട്ടായിട്ട് അത് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യും, എല്ലാ ഓപ്ഷനും നമ്മളിങ്ങനെ ഓരോന്ന് ആൾട്ടേഡ് കണ്ടന്റ്, പെയ്ഡ് സ്പോൺസർഷിപ്പ് എന്തെങ്കിലും ഉണ്ടോ, പെയ്ഡ് പ്രൊമോഷൻ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതൊക്കെ കൊടുക്കണം, ടാഗ് കൊടുക്കണം. അതൊക്കെ നമ്മൾ പലതും ടിക്ക് ഒഴിവാക്കി പോകുന്ന സമയത്ത് നമ്മളിത് ഓഫാക്കി കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് മിസ്റ്റേക്ക് കൊണ്ടാണ് ഇവരുടെ സബ്സ്ക്രൈബേഴ്സിന് നോട്ടിഫിക്കേഷൻ പോകാതിരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ഇവര് വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം ഇവര് വീഡിയോന്റെ ഡീറ്റെയിൽസ് എടുക്കും. അപ്പൊ ഇതുപോലെ വീഡിയോന്റെ ഡീറ്റെയിൽസ് എടുത്ത് ടൈറ്റിലൊക്കെ കൊടുക്കും. ടൈറ്റിൽ കൊടുത്തു, ഡിസ്ക്രിപ്ഷൻ കൊടുത്തു, ശേഷം തംബ്നെയിൽ ആഡ് ചെയ്യുന്നു, എൻഡ് സ്ക്രീൻ കൊടുക്കുന്നു, കാർഡ്സ് ഒക്കെ കൊടുത്ത് പ്ലേലിസ്റ്റിലേക്കൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അവർ ഓഡിയൻസ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് ഒക്കെ സെലക്ട് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. ശേഷം പെയ്ഡ് പ്രൊമോഷന് ഇല്ലെങ്കിൽ അവർ അത് കൊടുക്കാറില്ല. ആൾട്ടേഡ് കണ്ടന്റ് നോ കൊടുത്ത് അങ്ങനെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ടാഗ് ഒക്കെ കൊടുക്കുന്നു. അതിന്റെ ഏറ്റവും താഴെ അലോ എംബഡിങ് എന്നുള്ളൊരു ഓപ്ഷൻ ഇത് ഇവര് ഡിസേബിൾ ആക്കി ഒഴിവാക്കാറുണ്ട്, അലോ എംബഡിങ് എന്നുള്ളത്. അങ്ങനെ അത് ഒഴിവാക്കുമ്പോൾ അതിന്റെ തൊട്ട് താഴെ കണ്ടിട്ടുണ്ടോ പബ്ലിഷ് ടു സബ്സ്ക്രിപ്ഷൻ ഫീഡ് ആൻഡ് നോട്ടിഫൈ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത്. അപ്പൊ ഇവര് അറിയാതെ ഈ അലോ എംബഡിങ് എന്നുള്ളത് ഓഫാക്കുന്ന ആ ഒരു ഫ്ലോയിൽ ഇതും അങ്ങ് ഓഫാക്കി കൊടുക്കും. കാരണം അലോ എംബഡിങ്ങിന്റെ തൊട്ട് താഴെയുള്ളതല്ല, മറ്റതൊന്നും അവർ വായിച്ചു നോക്കുന്നില്ല. അപ്പൊ അറിയാതെ അവർ രണ്ടും ഒഴിവാക്കി നേരെ അടുത്തത് ഇങ്ങനെ കൊടുത്ത് കമന്റ് ഒക്കെ ഓൺ ചെയ്ത് അവർ സേവ് കൊടുത്ത് പിന്നെ പബ്ലിക് ആക്കുകയാണ്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അലോ എംബഡിങ് എന്നതിന്റെ താഴെ നമുക്ക് വരുന്ന ഓപ്ഷൻ പബ്ലിഷ് ടു സബ്സ്ക്രിപ്ഷൻ ഫീഡ് ആൻഡ് നോട്ടിഫൈ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നോട്ടിഫിക്കേഷൻ പോകണമെങ്കിൽ ഇത് ടിക്കറ്റ് കൊടുക്കണം. അപ്പൊ അലോ എംബഡിങ് ഓഫ് ആക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു സബ്സ്ക്രൈബർ ഇത് ഓഫ് ആക്കുകയാണ്. അപ്പൊ പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ആ നോട്ടിഫിക്കേഷൻ പോകുന്നതല്ല, അവരുടെ സബ്സ്ക്രിപ്ഷൻ ഫീഡിൽ നമ്മളെ വീഡിയോ പോകുന്നതുമല്ല. അതിനുള്ള കൺസെന്റ് നമ്മളാണ് കൊടുത്തത്. അപ്പൊ ഈ ഒരു സബ്സ്ക്രൈബർക്ക് ഇത് അറിയില്ലായിരുന്നു. ആ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് അവരുടെ ചാനലിൽ നോട്ടിഫിക്കേഷൻ പോകാഞ്ഞത്. ഇനി ചില കേസിലുണ്ട് മിക്ക ആളുകളും മൊബൈലിലാണ് ഇത് യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ ഈ ഒരു അലോ എംബഡിങ് പലരും ഓഫാക്കി കൊടുക്കുമ്പോൾ ചിലപ്പോൾ മൊബൈലിലാവുമ്പോൾ ചെറിയ ഒരു ഓപ്ഷൻ അല്ലേ, നമ്മുടെ കൈ ഒന്ന് മാറിയിട്ട് പബ്ലിഷ് ടു സബ്സ്ക്രിപ്ഷൻ ഫീഡ് എന്നുള്ളത് അതായിരിക്കാം സെലക്ട് ആവുന്നത്. അപ്പൊ എനിക്കൊക്കെ എപ്പോഴും സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ്, നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ
ചെറിയൊരു മൂവ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓപ്ഷൻ ആയിരിക്കും നമുക്ക് സെലക്ട് ആയിട്ടുണ്ടായിരിക്കുക. ഇപ്പൊ എൻ്റെ സ്ക്രീനൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ വീഡിയോ സെലക്ട് ചെയ്യുമ്പോൾ പ്ലേലിസ്റ്റ് ആയി പോകാറുണ്ട് അങ്ങോട്ടും, കാരണം അത്രയും മൊബൈലിൽ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ മാക്സിമം സൂം ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ എലോ എംബഡിങ് അത് നിങ്ങൾ ഓഫ് ആക്കി കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല. എലോ എംബഡിങ് എന്ന് പറയുമ്പോൾ മറ്റു സൈറ്റുകളിലേക്കുള്ള ഒരു ആക്സസ് വേണോ വേണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത്ര ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ കൊടുക്കുക, കാരണം നമ്മുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് ഇത് നോട്ടിഫിക്കേഷൻ പോകാതിരിക്കരുത്. അപ്പൊ ഓൾറെഡി നമ്മൾ വ്യൂസിനും ഇതിനൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന സമയമാണ്. അപ്പൊ പിന്നെ ഇതുപോലെ നോട്ടിഫിക്കേഷൻ വേണ്ട എന്നുള്ളത് നമ്മൾ പോയിട്ട് ടിക്ക് ഒഴിവാക്കി കൊടുക്കരുത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏത് വീഡിയോ ചെയ്യുമ്പോഴും പബ്ലിഷ്ഡ് സബ്സ്ക്രിപ്ഷൻ ഫീഡ് എന്നുള്ള ആ ഒരു ഭാഗം ടിക്ക് ഉണ്ടായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ ഓൾറെഡി അവിടെ ടിക്ക് ഉണ്ട്, അതവിടെ ഓൾറെഡി ഓൺ ആയിരിക്കും. യൂട്യൂബ് ഡിഫോൾട്ട് ആയിട്ട് അത് ഓൺ ആക്കി കൊടുക്കുന്നതാണ്. നമ്മളിത് അലോ എംബഡിങ് ഓഫ് ആക്കാൻ പോകുമ്പോൾ അറിയാതെ കൈ തട്ടാം. അത് മാത്രമല്ല, ഓഫ് ആക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഓഫാക്കി വരുന്നുണ്ടായിരിക്കും. അപ്പൊ പലരും അറിയാതെ ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ യൂട്യൂബിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരു മിസ്റ്റേക്ക് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് അതല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ട് ഇനി ഒരു വ്യൂവേഴ്സിനും വരരുത്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല, നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, ആ ബെൽ ബട്ടൺ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.